കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർവവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ ഒരു സ്നേഹത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ദൈവത്തിൽ ക്രിസ്തുയേശുവിൽ നാം വെക്കുമ്പോൾ അഗ്രചർമ്മവുമല്ല പരിച്ഛേദനയുമല്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പഴയ നിയമകാലത്ത് പരിച്ഛേദന ഏൽക്കുന്നവരെയാണ് നമ്മുടെ ആ ഒരു സമൂഹത്തിലിട്ട് ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ ചേർത്ത് കൊണ്ടുവന്നത്. പക്ഷെ പുതിയ ഏർപ്പാട്ടിൽ വരുമ്പോൾ സ്നാനമെടുത്തവരെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് സ്നാനമെടുത്തവരെ സഭയോട് ചേർക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ വരുവാൻ ഇതല്ല എന്ന് പറഞ്ഞാൽ ഒരു പരിച്ഛേദനയോ അല്ലെങ്കിൽ ഒരു ഏറ്റുന്നോ അല്ലെങ്കിൽ ഒരു സ്നാനമേറ്റെന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു ദൈവസന്നിധിയിൽ വരുവാൻ അതല്ല ഒരു കാര്യം. സ്നേഹമത്രേ എന്ന് പറയുന്നു. സ്നേഹമില്ലാതെ നാം ഒരു സ്നാനമെടുത്തിട്ടോ പാടിയിട്ടോ പ്രസംഗിച്ചിട്ടോ ഒരു കാര്യവും ഇല്ല എന്ന് പറയുന്നു. നമുക്ക് പ്രവചന വരങ്ങൾ തന്നെ ഉണ്ടായിരുന്നാലും അല്ലെങ്കിൽ പാടുവാനും പ്രസംഗിക്കാനും കൃപകൾ ഉണ്ടായിരുന്നാലും സ്നേഹമില്ലാതെയാണത് എന്ന് പറഞ്ഞാൽ, സ്നേഹമെന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ഞാൻ ദൈവത്തെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറയും. പക്ഷെ കൂടെ ഇരിക്കുന്ന തൻ്റെ വീട്ടിനകത്തിരിക്കുന്ന തൻ്റെ മക്കളെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ അമ്മയെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ മരുമക്കളെ സ്നേഹിക്കാൻ കഴിയുന്നോ എന്ന് കേട്ടാൽ ഇല്ല. അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന തൻ്റെ പാവപ്പെട്ട അയൽവാസിയെ സ്നേഹിക്കുവാൻ കഴിയുന്നോ എന്ന് കേട്ടാൽ ഇല്ല. അവനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കണം അങ്ങനെ ദ്രോഹിക്കുന്നു. പക്ഷേ നാം ചെയ്യുന്നത് ദൈവവേലയുമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒന്നുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് ദൈവവചനം പറയുന്നു. അതേപോലെ തന്നെ 7-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുകയാണ്: നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടഞ്ഞു കളഞ്ഞു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഈ ഗലാത്യ സഭ നന്നായി ഓടിയിരുന്നു എന്ന് പറയുമ്പോൾ സ്നേഹം കാണിക്കുന്നതിൽ അന്യോന്യം സ്നേഹിക്കുന്നതിൽ നന്നായി തന്നെ അവരിരുന്നു. പക്ഷേ ഇപ്പോൾ വ്യാജം കാണിപ്പാൻ നിങ്ങളെ അല്ലെങ്കിൽ നന്നായി ഓടിയിരുന്ന നിങ്ങളെ തടഞ്ഞത് ആരെന്ന് കേൾക്കുന്നു. പ്രിയ ദൈവമക്കളെ, നാം നന്നായി തന്നെ ഇരിക്കും, നന്നായി ചെയ്യും. പക്ഷേ ചില സമയങ്ങൾ വരുമ്പോൾ നന്മ പ്രവർത്തിക്കുവാനും സ്നേഹിപ്പാനും അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുവാനും സമ്മതിക്കാതെ ഒരു അന്ധകാര മണ്ഡലം നമ്മെ തടയുന്നുണ്ട്. നമ്മുടെ ഓട്ടം സ്ഥിരതയോട് ഓടാതെ ഈ അന്ധകാര മണ്ഡലങ്ങളുടെ തടർച്ചകൾ കാണുമ്പോൾ ദൈവവചനത്തിൽ നാം തിരിച്ചറിഞ്ഞ് ആ ഒരു തടസ്സങ്ങളെ മാറ്റിയിട്ട് യഥാർത്ഥമായി നാം സഭയെ അല്ലെങ്കിൽ വിശ്വാസികളെ അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളെ അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയണം. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിങ്ങൾ നന്നായി തന്നെ ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടഞ്ഞു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മെ ഈ ലോകപ്രപഞ്ചങ്ങളോ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ശക്തികളോ നന്മ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ അന്യോന്യം സ്നേഹിക്കുന്നതിലോ നമ്മളെ തടസ്സപ്പെടുത്താതിരിപ്പാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ഈ സമയം ഈ വചനം കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ മക്കൾ അങ്ങയുടെ കരങ്ങൾ തരുന്ന കർത്താവേ, ദൈവമേ, അപ്പ സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും കർത്താവെ കഴിയാതെ കർത്താവെ കിടക്കി ദൈവമേ പൈശാചിക മണ്ഡലങ്ങൾ കൊണ്ടുവയ്ക്കുന്ന സകലവിധ പോരുകളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാസിച്ച് ജയമെടുക്കുന്നു. കർത്താവെ, ഓരോരുത്തരും കർത്താവെ ഓടുന്നതിൽ സ്ഥിരതയോട് ഓടുവാനുള്ള ഒരു കൃപ ഓരോരുത്തർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ലോകത്തിലുള്ള കർത്താവെ തടസ്സങ്ങളെല്ലാം മറികടന്ന് അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവോളം അങ്ങയുടെ കൃപയുടെ നിഴലിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.